വെൽക്കം ടു ബൈനറി ബോർഡ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബൈനറി ട്രീ ട്രാവേഴ്സൽ ടെക്നിക്സുകളാണ്. സോ ഫാർ നമ്മൾ ബൈനറി ട്രീസ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ പല ടൈപ്പുകളെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു. ദെൻ അടുത്തതായിട്ട് നമുക്ക് ബൈനറി ട്രീയിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ്. വൺ ഓഫ് ദ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ട്രീ ട്രാവേഴ്സൽ ടെക്നിക്കുകളാണ്. അപ്പോൾ ട്രീ ട്രാവേഴ്സൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ട്രീയിൽ ഏതൊക്കെ നോഡുകളുണ്ടോ ആ നോഡുകളെയൊക്കെ വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വിസിറ്റിംഗ് മീൻസ് ഒന്നുകിൽ നമുക്ക് ആ വാല്യൂസ്, ആ നോഡിൻ്റെ വാല്യൂസ്, അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ എന്താണോ ആ ഡേറ്റയെ പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ മെയിനായിട്ട് 4 കോമൺ വേസ് ആണ് നമുക്കൊരു ട്രീയിൽ ട്രാവേഴ്സൽ ടെക്നിക്കുകളായിട്ടുള്ളത്. പ്രീ ഓർഡർ ട്രാവേഴ്സൽ, ഇൻ ഓർഡർ, പോസ്റ്റ് ഓർഡർ, ദെൻ ലെവൽ ഓർഡർ. അപ്പോൾ ഇതിൽ ഈ 3 ടെക്നിക്സും, അതായത് പ്രീ ഓർഡർ, ഇൻ ഓർഡർ, പോസ്റ്റ് ഓർഡർ, ഈ 3 ടെക്നിക്സും നമ്മൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ ട്രാവേഴ്സ് ചെയ്തതിന് ശേഷമായിരിക്കും റൈറ്റ് സബ് ട്രീയിലേക്ക് പോവുക. ദാറ്റ് മീൻസ് അതിൻ്റെ ഡയറക്റ്റ് ആദ്യം നമ്മൾ ലെഫ്റ്റ് സബ് ട്രീ ആണ് വിസിറ്റ് ചെയ്യുന്നത്, അതിന് ശേഷമായിരിക്കും റൈറ്റ് സബ് ട്രീയിലേക്ക് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ദെൻ ലെവൽ ഓർഡർ എന്ന് പറയുമ്പോൾ അതിൽ ഓരോ ലെവൽ ബൈ ലെവലായിട്ടായിരിക്കും ട്രാവേഴ്സൽ നടത്തുക. അപ്പോൾ നമുക്ക് ഓരോ ട്രാവേഴ്സൽ ടെക്നിക്കുകളായിട്ട് പഠിച്ചു പോകാം. സോ ഫസ്റ്റ് വൺ ഈസ് പ്രീ ഓർഡർ ട്രാവേഴ്സൽ. പ്രീ ഓർഡർ ട്രാവേഴ്സലിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ആദ്യം റൂട്ട് നോഡിനെ, അതാണോ നിങ്ങൾ എത്തുന്ന റൂട്ട് നോഡ്, അതിനെ വിസിറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ വിസിറ്റ് ചെയ്യുക. ദെൻ റൈറ്റ് സബ് ട്രീ വിസിറ്റ് ചെയ്യുക. സോ ഇതാണ്. അപ്പോൾ പ്രീ ഓർഡർ ട്രാവേഴ്സലിൽ റൂട്ട് നോഡ്, ലെഫ്റ്റ് സബ് ട്രീ, ദെൻ റൈറ്റ് സബ് ട്രീ എന്നുള്ള രീതിയിലാണ്. സോ ഇതിൻ്റെ ഒരു അൽഗോരിതം, ഇതൊരു റിക്കസീവ് അൽഗോരിതമാണ് കൊടുത്തിരിക്കുന്നത്. സോ ആദ്യം നമ്മൾ ഏത് നോഡിലാണ് എത്തുന്ന ആ നോഡിനെ വിസിറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ആ നോഡിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ ലെഫ്റ്റ് സബ് ട്രീയിലേക്ക് ട്രാവേഴ്സ് ചെയ്യുക ബൈ റിക്കസീവ്ലി കോളിംഗ് പ്രീ ഓർഡർ ഫംഗ്ഷനെ റിക്കസീവ്ലി വിത്ത് ലെഫ്റ്റ് സബ് ട്രീ വെച്ചിട്ട് കോൾ ചെയ്യുക. ദെൻ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, റൈറ്റ് സബ് ട്രീനെ റിക്കസീവ്ലി പ്രീ ഓർഡർ ഫംഗ്ഷനിൽ റൈറ്റ് സൈഡിൻ്റെ വാല്യൂ വെച്ചിട്ട് റിക്കസീവ്ലി കോൾ ചെയ്യുക. സോ ഈ രീതിയിലാണ് അതിൻ്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ പ്രീ ഓർഡർ ട്രാവേഴ്സലിൽ ആ പേര് പറയുന്ന പോലെ നിങ്ങൾ ആദ്യം ഒരു നോഡിനെ ഫസ്റ്റ് ടൈം നിങ്ങൾ അതിനെ വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന് നമുക്ക് എന്ത് ചെയ്യാം, പ്രീ ഓർഡർ ട്രാവേഴ്സലിൽ അതിൻ്റെ വാല്യൂസ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. അതായത് ഒരു നോഡിനെ നിങ്ങൾ ഫസ്റ്റ് എൻകൗണ്ടർ ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു നോഡിലേക്ക് ഫസ്റ്റ് നിങ്ങൾ എത്തിച്ചേരുമ്പം തന്നെ എന്ത് ചെയ്യാം, ആ നോഡിനെ വിസിറ്റ് ചെയ്യാം. സോ ഈ ഒരു ട്രീയുടെ പ്രീ ഓർഡർ ട്രാവേഴ്സൽ ഞാൻ എഴുതുമ്പോൾ ഏത് രീതിയിലാണ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇനിഷ്യലി ഞാൻ എന്ത് ചെയ്യുന്നു, 20 എന്ന് പറയുന്ന നമ്മുടെ റൂട്ട് നോഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 20ലേക്ക് വരുന്നു. അത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് വിസിറ്റ് ചെയ്യുന്നത് 20 എന്ന് പറയുന്നത്. സോ എനിക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാം. ദെൻ ഒരു നോഡിനെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതിൻ്റെ ലെഫ്റ്റിലേക്ക് പോവുക. സോ ഞാൻ ലെഫ്റ്റിലേക്ക് വന്നപ്പോൾ ആ നോഡിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ നോഡിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും, വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇതിൻ്റെ ആക്ച്വലി നമുക്കിതിൻ്റെ ഓക്കെ. അപ്പോൾ പ്രീ ഓർഡർ ട്രാവേഴ്സൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്നത്, നമുക്ക് ഈ എല്ലാ നോഡിൻ്റെയും ലീഫ് നോഡുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് ജസ്റ്റ് പോയിൻറ്റേഴ്സ് ഒന്ന് വരച്ചിടുക എന്നുള്ളതാണ്. സോ ഇതിന് ലെഫ്റ്റും റൈറ്റും പോയിൻറ്റർ, ഇതിന് ലെഫ്റ്റ് റൈറ്റും പോയിൻറ്റർ ഞാൻ വരയ്ക്കുന്നു. ഇവിടെ ലെഫ്റ്റ് റൈറ്റ് പോയിൻറ്റർ. ആക്ച്വലി ആ പോയിൻറ്റേഴ്സ് എല്ലാം എം ടി ആണെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തതായിട്ട് ഞാൻ പ്രീ ഓർഡർ ട്രാവേഴ്സൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. സോ പ്രീ ഓർഡർ ട്രാവേഴ്സൽ. ഓക്കെ. അപ്പോൾ പ്രീ ഓർഡർ ട്രാവേഴ്സൽ നിങ്ങൾ ഒരു നോഡിനെ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എപ്പോഴാണോ നിങ്ങൾ ആ നോഡിനെ എൻകൗണ്ടർ ചെയ്യുന്നത്, അതിലേക്ക് എത്തിച്ചേരുന്നത്, അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നോഡിനെ വിസിറ്റഡ് ആക്കി മാറ്റാം. ഓക്കെ. അപ്പോൾ ഞാൻ 20 എന്ന് പറയുന്ന എൻ്റെ റൂട്ട് നോഡാണ്. റൂട്ട് നോഡിൽ നിന്നാണ് ഞാൻ ഇത് ട്രാവേഴ്സൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 20ലേക്ക് ഞാൻ ഫസ്റ്റ് ടൈം എത്തുന്നു. അപ്പോൾ തന്നെ എന്ത് ചെയ്യാം, എനിക്ക് 20യെ വിസിറ്റ് ചെയ്യാം. 20നെ ഞാൻ വിസിറ്റ് ചെയ്തു. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടുള്ളത്, 20നെ ഞാൻ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റിലേക്ക് എത്തി കഴിയുമ്പോൾ അവിടെ എനിക്ക് മറ്റൊരു നോഡിനെ കിട്ടി, 10. സോ 10 ഞാൻ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്. സോ 10നെ എന്ത് ചെയ്തു, പ്രീ ഓർഡർ ട്രാവേഴ്സൽ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു. ഇനി 10നെ ഞാൻ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 10ൻ്റെ ലെഫ്റ്റ് നോക്കുക, ലെഫ്റ്റിലൊന്നുമില്ല. സോ ലെഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തു.
ദെൻ ഇനി റൈറ്റിലേക്ക് പോവുക, റൈറ്റിൽ ഒന്നുമില്ല, സോ റൈറ്റും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചത്, ഈ 10 എന്ന് പറയുന്ന നോഡിൻ്റെ ഞാനത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ തൊട്ട് മുന്നത്തെ നോഡിലേക്ക് ഞാൻ എന്ത് ചെയ്യണം, തിരിച്ചു വരണം. സോ 10നെ ഞാൻ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു, 20യെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത അതായത് 20യുടെ ലെഫ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താണ്, 20യുടെ റൈറ്റ് സബ് ട്രീയിലേക്ക് പോകണം. സോ 20യുടെ റൈറ്റ് സബ് ട്രീയിലേക്ക് പോയി. അപ്പോൾ എനിക്ക് അവിടെ ഒരു നോഡിനെ കിട്ടി. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ അതിനെ പ്രിൻ്റ് ചെയ്തു 30. ഇനി ഒരു നോഡിനെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതിൻ്റെ ലെഫ്റ്റിലേക്ക് പോവുക. ലെഫ്റ്റിലേക്ക് വന്നു, 25ലേക്ക് വന്നു. സോ 25നെ ഞാൻ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുവാണ്. സോ 25നെ എന്ത് ചെയ്യുക, പ്രിൻ്റ് ചെയ്യുക, വിസിറ്റഡ് ആക്കുക അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യുക. സോ 25നെ ഞാൻ വിസിറ്റ് ചെയ്തു. ഇനി അതിൻ്റെ ലെഫ്റ്റിലേക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ ലെഫ്റ്റിൽ ആരും ഇല്ല, സോ അതിലേക്ക് തന്നെ തിരിച്ചു വന്നു. റൈറ്റിലേക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. റൈറ്റിലും ആരും ഇല്ല, സോ അതിലേക്ക് തന്നെ തിരിച്ചു വന്നു. അഗെയിൻ ഇത് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റെ പാരന്റ് നോഡിലേക്ക് തിരിച്ചു പോയി. ദെൻ അത് അപ്പോൾ 30 എന്ന് പറയുന്ന നോഡിൻ്റെ ലെഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഇനി അടുത്ത 30യുടെ റൈറ്റിലേക്ക് വരണം. റൈറ്റിലേക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് ടൈം ആണ് ആ നോഡിനെ മീറ്റ് ചെയ്യുന്നത്. സോ 40 എന്നുള്ളതിനെ ഞാൻ പ്രിൻ്റ് ചെയ്തു. ദെൻ അതിൻ്റെ ലെഫ്റ്റിൽ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ലെഫ്റ്റിൽ ആരും ഇല്ല. ദെൻ എൻ്റെ റൈറ്റിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. റൈറ്റിലും ആരുമില്ല, റൈറ്റും എം ടി ആണ്. സോ ഇത് കംപ്ലീറ്റ് ചെയ്തു. ഇതിൻ്റെ റൈറ്റും കംപ്ലീറ്റ് ചെയ്തു, ഇതിൻ്റെ റൈറ്റും കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, സോ ഈ രീതിയിലാണ് പ്രീ ഓർഡർ ട്രാവേഴ്സൽ നടക്കുന്നത്. അപ്പോൾ പ്രീ ഓർഡർ ട്രാവേഴ്സൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ഒരു നോഡിനെ വിസിറ്റ് ചെയ്യുന്ന എപ്പോഴാണോ, അപ്പോൾ ഞാൻ 20 ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്ന ഇവിടെയാണ്. അപ്പോൾ തന്നെ 20 എഴുതുക, പ്രിൻ്റ് ചെയ്യുക. ദെൻ അടുത്ത 10നെ പ്രിൻ്റ് ചെയ്യുന്നു, 10നെ വിസിറ്റ് ചെയ്യുന്നു. അടുത്തതായിട്ട് ഞാൻ വരുന്ന 30 ആണ്, 30 വിസിറ്റ് ചെയ്തു, 25, 40 ആ രീതിയിലാണ് ഞാൻ പ്രീ ഓർഡർ ട്രാവേഴ്സൽ ചെയ്യേണ്ടത്. മറ്റൊരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ട്രീ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രീ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും. ആദ്യം ഞാൻ എയിലേക്ക് വന്നു. സോ എയിനെ ആദ്യം ഫസ്റ്റ് ടൈം വരുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, എനെ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്തു. ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്തപ്പോൾ തന്നെ എനെ പ്രിൻ്റ് ചെയ്യുക. ദെൻ അടുത്ത നോഡിലേക്ക് വന്നു, അതിനെയും ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യാണ്, ബി പ്രിൻ്റ് ചെയ്തു. അതിൻ്റെ ലെഫ്റ്റിലേക്ക് പോയി എക്സ് ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്തു. ദെൻ എക്സിൻ്റെ ലെഫ്റ്റിലേക്ക് വന്നപ്പോൾ ഇ, അതിനെയും ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്തു. ദെൻ അടുത്ത എമ്മിനെയും ആദ്യമായിട്ടാണ് വരുന്നത്, എമ്മിനെയും വിസിറ്റ് ചെയ്തു. സോ ഇനി തിരിച്ച് വരുമ്പോൾ ബി ഓൾറെഡി വിസിറ്റഡ് ആണ്, ബിയുടെ റൈറ്റിലേക്ക് പോകുന്നു. എസ് വിസിറ്റ് ചെയ്തു. എസിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ആരുമില്ല. സോ എസിൻ്റെ ലെഫ്റ്റും റൈറ്റും എം ടി ആണ്, തിരിച്ചു വരുന്നു. സോ എയുടെ ലെഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി എയുടെ റൈറ്റിലേക്ക് പോകണം. അവിടെ ഞാൻ ഒരു നോഡിനെ ആദ്യമായിട്ട് കാണുന്നു. സോ ഡബ്ല്യുനെ പ്രിൻ്റ് ചെയ്തു. ദെൻ ഇനി ഡബ്ല്യുവിൻ്റെ ലെഫ്റ്റിലേക്ക് പോവുക. ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു നോഡിനെ ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ്. സോ ഫസ്റ്റ് ടൈം കണ്ടു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യുക, നമ്മുടെ പ്രീ ഓർഡർ ട്രാവേഴ്സലിലേക്ക് ആഡ് ചെയ്യുക, ടി. ദെൻ ടിയുടെ ലെഫ്റ്റിലേക്ക് പോകുന്നു, പി, അതിനെയും ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുകയാണ്. സോ പി ഞാൻ എഴുതി. ദെൻ വീണ്ടും കംപ്ലീറ്റ് ചെയ്തു. ടിയുടെ റൈറ്റിലേക്ക് വന്നു, എന്നിനെ വിസിറ്റ് ചെയ്തു. ദെൻ എന്ന് കഴിഞ്ഞു, ഡബ്ല്യുവിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ കഴിഞ്ഞു. ഡബ്ല്യുവിൻ്റെ റൈറ്റ് സബ് ട്രീയിലേക്ക് വരിക. അവിടെ ആദ്യമായിട്ട് കാണുന്ന സി എന്ന് പറയുന്ന നോഡാണ്. സോ സീനെ ഞാൻ വിസിറ്റ് ചെയ്തു. ദെൻ ഇനി സീൻ്റെ ലെഫ്റ്റിലേക്ക് പോവുക. ലെഫ്റ്റിൽ എച്ച് ആണ്, എച്ചിനെയും ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുകയാണ്, എച്ചിനെയും ട്രാവേഴ്സ് ചെയ്തു. ദെൻ എച്ചിൻ്റെ റൈറ്റും ലെഫ്റ്റും നോക്കി ആരുമില്ല. സോ സിയുടെ ലെഫ്റ്റ് കഴിഞ്ഞു, സിയുടെ റൈറ്റ് ഇനി ഉണ്ടോ നോക്കുക. സിയുടെ റൈറ്റിൽ ഇനി ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയി. സോ ഈ ഒരു ട്രീയുടെ പ്രീ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറയുന്ന ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതാണ് അതിൻ്റെ ഒരു മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. നമുക്കിനി അതിൻ്റെ ഒരു ഫംഗ്ഷൻ എങ്ങനെ എഴുതും നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന റൂട്ട് നോഡിൻ്റെ അഡ്രസ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതിലേക്ക് കോൾ ചെയ്യുന്നത്. അതായത് ഈ ഒരു പ്രീ ഓർഡർ ഫംഗ്ഷൻ ഞാൻ കോൾ ചെയ്യുന്നത് റൂട്ടിൻ്റെ അഡ്രസ്സ് വെച്ചിട്ടാണ്. ദെൻ അത് എപ്പോഴാണോ ഒരു നോഡിൻ്റെ അഡ്രസ്സ് എം ടി ആവുന്നത്, അപ്പോൾ ഇതിൽ നിന്ന് എക്സിറ്റ് ആവും. സോ എം ടി ആവാത്തോടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഒരു നോഡിലേക്ക് വരുമ്പോൾ അതിനെ എന്ത് ചെയ്യുന്നു, അതിനെ പ്രിൻ്റ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു. സോ ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ വീണ്ടും ഈ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യാണ് വിത്ത് ഏതാണോ നിങ്ങളിപ്പം വിസിറ്റ് ചെയ്ത നോഡ് അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡിൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് വീണ്ടും ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. സോ അതാണ് നമ്മൾ ഓരോ നോഡും ചെയ്യുന്നിട്ട് അതിൻ്റെ ലെഫ്റ്റിലേക്ക് പോകുന്നത്. ആദ്യം ലെഫ്റ്റ് ചൈൽഡ് കംപ്ലീറ്റ് ചെയ്ത് ലെഫ്റ്റ് ചൈൽഡ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ റൈറ്റ് സൈഡിലേക്ക് പോകുന്നത്. ഓക്കെ, സോ അതാണ് പ്രീ ഓർഡർ ട്രാവേഴ്സൽ. സോ ഇൻ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറയുമ്പം ആദ്യം ലെഫ്റ്റിലേക്ക് പോകുന്നു, ലെഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ രണ്ടാമത് നമ്മൾ വരുമ്പോഴാണ് ആ നോഡിന് ഞാൻ വിസിറ്റ് ചെയ്യുന്നത്. അതാണ് ലെഫ്റ്റ് റൂട്ട് റൈറ്റ് എന്നുള്ള രീതിയിൽ. സോ ഇൻ ഓർഡർ ട്രാവേഴ്സിൽ ദെൻ ഒരു
റൂട്ട് ഓഫ് ദ സബ്ട്രീ വിസിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ നോഡിനെ വിസിറ്റ് ചെയ്യുന്ന എപ്പോഴാണ്, അതിൻ്റെ ലെഫ്റ്റ് സബ്ട്രീ കംപ്ലീറ്റ്ലി ട്രാവേഴ്സ് ചെയ്തതിന് ശേഷമായിരിക്കും. ദെൻ അതിന് ശേഷമായിരിക്കും റൈറ്റ് സബ്ട്രീ ബിഗിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അൽഗോരിതം, അപ്പോൾ ഈ 3 അൽഗോരിതംസ് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതാണ്, എളുപ്പമാണ് പഠിക്കാൻ. അപ്പം അതിൻ്റെ അൽഗോരിതം ആദ്യം ലെഫ്റ്റ് സബ്ട്രീ ട്രാവേഴ്സ് ചെയ്യുക വിത്ത് റിക്കർസീവ്ലി കോളിംഗ് ഇൻ ഓർഡർ ഫംഗ്ഷൻ, ദെൻ റൂട്ടിനെ വിസിറ്റ് ചെയ്യുക, ദെൻ റൈറ്റ് സബ്ട്രീനെ കോൾ ചെയ്യുക. അതാണ് അതിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എങ്ങനെ വർക്ക് ചെയ്യും നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്തു 20 ഫസ്റ്റ് ടൈം. ഞാൻ ഇതിൻ്റെ ഇൻഓർഡറിൻ്റെ ട്രാവേഴ്സൽ ഇൻഓർഡർ ട്രാവേഴ്സൽ ഞാൻ ഇവിടേക്ക് എഴുതാനായിട്ടൊന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഓർഡർ ട്രാവേഴ്സൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്തു. ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, നമ്മൾ എല്ലാത്തിൻ്റെയും ലീഫ് നോട്ട്സിൻ്റെയും ആ 2 പോയിൻറ്റേഴ്സ് നിങ്ങൾ വരച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഈ നോഡിലേക്ക് വന്നു, ഫസ്റ്റ് ടൈം വരുന്നു, അതിനെ ഒന്നും വിസിറ്റ് ചെയ്യുന്നില്ല. ദെൻ അടുത്ത നോഡിലേക്ക് വന്നു, ഫസ്റ്റ് ടൈം ആണ്, വിസിറ്റ് ചെയ്യുന്നില്ല. ദെൻ അതിൻ്റെ ലെഫ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ ഞാൻ എന്താണ്, സെക്കൻഡ് ടൈം ആണ് ഈ നോഡിലേക്ക് വരുന്നത്. സോ അപ്പോഴെനിക്ക് എന്ത് ചെയ്യാം, ഈ നോഡിനെ വിസിറ്റ് ചെയ്യാം. സോ അതായത് ഇതിൻ്റെ ലെഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ നോഡിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ നോഡിനെ ഞാൻ വിസിറ്റ് ചെയ്യുന്നത്. സോ 10. ദെൻ ഇനി അടുത്ത് എന്ത് ചെയ്യുക, 10ൻ്റെ റൈറ്റിലേക്ക് പോവുക. 10ലേക്ക് ഞാൻ ഇനി 3ാമത്തെ തവണയാണ് വരുന്നത്. ദെൻ ഇനി അടുത്ത, അപ്പം ഈ നോഡിൻ്റെ, അതായത് 20 എന്ന് പറയുന്ന നോഡിൻ്റെ ലെഫ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. 20ലേക്ക് ഞാൻ ഇനി വരുന്ന എപ്പോഴാണ്, 2ാമത്തെ തവണയാണ് വരുന്നത്. സോ അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, 20യെ വിസിറ്റ് ചെയ്യാം. സോ രണ്ടാമതായിട്ട് ഞാൻ വിസിറ്റ് ചെയ്യുന്നത് 20 ആണ്. ഇനി 20യുടെ റൈറ്റിലേക്ക് പോവുക. സോ 20യുടെ റൈറ്റിലേക്ക് വന്നു. അപ്പോൾ ഈ നോഡിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്, അതിനെ വിസിറ്റ് ചെയ്യത്തില്ല. ദെൻ ഇനി എന്ത് ചെയ്യുക, അതിൻ്റെ ലെഫ്റ്റിലേക്ക് പോവുക. ഈ നോഡിലേക്ക് ഫസ്റ്റ് ടൈം ആണ് വരുന്നത്, അത് വിസിറ്റ് ചെയ്യത്തില്ല. ദെൻ അതിൻ്റെ ലെഫ്റ്റിലേക്ക് പോവുക, ലെഫ്റ്റ് എം ടി ആണ്, തിരിച്ചിതിലേക്ക് വന്നു. സോ 2ാമത്തെ തവണയാണ് ഈ നോഡിലേക്ക് വരുന്നത്. അപ്പോൾ ആ നോഡിനെ എനിക്ക് വിസിറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് 25നെ വിസിറ്റ് ചെയ്തു. ഇനി 25ൻ്റെ റൈറ്റ് ഉണ്ട്, റൈറ്റ് എം ടി ആണ്. സോ എന്ത് ചെയ്യുന്നു, അതിലേക്ക് തിരിച്ചു വരുന്നു. വീണ്ടും ഇത് ലിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യും, ഈ നോഡിനെ, ഈ 30 എന്ന് പറയുന്ന നോഡിലേക്ക് ഞാൻ ഇപ്പോൾ 2ാമതാണ് വരുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ആ നോഡിനെ വിസിറ്റ് ചെയ്യാം. സോ 30 ഞാൻ വിസിറ്റ് ചെയ്തു. ദെൻ വീണ്ടും ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ലെഫ്റ്റിലേക്ക് പോയി. 40 എന്ന് പറയുന്ന ഫസ്റ്റ് ടൈം കാണുവാണ്, അപ്പോൾ വിസിറ്റ് ചെയ്യത്തില്ല. അതിൻ്റെ ലെഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാൻ പറയും. സോ ലെഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, 40യെ വിസിറ്റ് ചെയ്യാം. സോ 40യെ ഞാൻ വിസിറ്റ് ചെയ്തു. ദെൻ ഇനി അടുത്ത ലെഫ്റ്റ്, അതിൻ്റെ റൈറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ഇതും റൈറ്റും കംപ്ലീറ്റ് ചെയ്തു. സോ ഈ റൈറ്റും കംപ്ലീറ്റ് ചെയ്തു. സോ ഈ രീതിയിലാണ് ഇൻഓർഡർ ട്രാവേഴ്സൽ നടക്കുന്നത്. അപ്പോൾ ഇൻഓർഡർ ട്രാവേഴ്സലിൻ്റെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളൊരു നോഡിലേക്ക് 2ാമത്തെ തവണ എത്തിച്ചേരുമ്പോൾ അപ്പോഴാണ് ആ നോഡിനെ നമ്മൾ വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആദ്യം 20 വന്നു, 20 ഞാൻ ഫസ്റ്റ് ടൈം എത്തുവാണ്, അപ്പോൾ ഞാനത് വിസിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ എപ്പോഴാണ് 20ൽ നിങ്ങൾ 2ാമത് എത്തുന്നത്, അപ്പോഴാണ് നമ്മളതിനെ വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. സോ എ എന്ന് പറയുന്ന നോഡിലേക്ക് ഞാൻ, ഇതാണ് എൻ്റെ ഫസ്റ്റ് വിസിറ്റ് വരുന്നത്. ഫസ്റ്റ് വരുന്ന ഇവിടെയാണ്. ഫസ്റ്റ് വന്നു, ചെയ്യത്തില്ല. ലെഫ്റ്റിലേക്ക് വന്നു, ഇതാണ് ഇതിന് ഫസ്റ്റ് ടൈം വരുന്നത്. ഫസ്റ്റ് വരുമ്പോൾ അതിനെ വിസിറ്റ് ചെയ്യൂല. ലെഫ്റ്റിലേക്ക് പോയി, ഇതും ഫസ്റ്റ് ടൈം വന്നു, ഇതും ഫസ്റ്റ് ടൈം വന്നു. ദെൻ ഇതാണ് ഞാൻ ഇതിനെ സെക്കൻഡ് വിസിറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നത്, അതിനെ പ്രിൻറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്, ഈ. ദെൻ എഗെയിൻ എക്സിലേക്ക് 2ാമത് വരുന്നു. എക്സിലേക്ക് 2ാമത് വരുമ്പോൾ എക്സിനെ ഞാൻ വിസിറ്റ് ചെയ്തു. ദെൻ എം എന്ന് പറയുന്ന നോഡിനും ലീഫ് നോഡുകളില്ല, സെക്കൻഡ് ടൈം അതിൽ വരുന്നു, അതുകൊണ്ട് എം. വീണ്ടും തിരിച്ച് ഞാൻ 2ാമത്തെ തവണയാണ് ബിയിലേക്ക് വരുന്നത്. സോ ബീനെ വിസിറ്റ് ചെയ്തു. ദെൻ എസ്സിലേക്ക് 2ാമത്തെ തവണ വരുന്നു, അപ്പോൾ എസ് വിസിറ്റ് ചെയ്യുന്നു. വീണ്ടും തിരിച്ച് ഇത് കംപ്ലീറ്റ് ചെയ്ത് എയിലേക്ക് വരുന്നു. സോ എ. ദെൻ ഡബ്ല്യു ടി പി 2ാമത്തെ തവണ വിസിറ്റ് ചെയ്യുന്നു. സോ പി വരും. ദെൻ ടി, ദെൻ എൻ, ദെൻ ഡബ്ല്യു, ദെൻ എച്ച് ആൻഡ് സി. സോ ഈ രീതിയിലാണ് ഇൻഓർഡർ ട്രാവേഴ്സൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ്. സോ ഈ രീതിയിലാണ് ഇൻഓർഡർ ട്രാവേഴ്സൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടുത്ത നിങ്ങൾക്ക് പോസ്റ്റ് ഓർഡർ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ ഇൻഓർഡറിൻ്റെ ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ മുന്നേ എഴുതിയ ആ ഫംഗ്ഷന് സിമിലറായിട്ട് തന്നെയാണ് എഴുതുന്നത്. ഇഫ് റൂട്ട് നോട്ടിക്കൽ ടു നൾ ആണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്യണം, ലെഫ്റ്റ് ചൈൽഡിനെ കംപ്ലീറ്റ് ചെയ്യണം. ലെഫ്റ്റ് ചൈൽഡിനെ ഇൻഓർഡർ വെച്ചിട്ട് ലെഫ്റ്റ് ചൈൽഡിനെ റിക്കർസീവ്ലി ട്രാവേഴ്സ് ചെയ്യണം. ദെൻ റൂട്ട് ഡോട്ട് ഡേറ്റയെ പ്രിൻറ്റ് ചെയ്യുക. ദെൻ റിക്കർസീവ്ലി റൈറ്റ് ചൈൽഡിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റിക്കർസീവ്ലി ട്രാവേഴ്സ് ചെയ്യുക. സോ ഇതാണ് ഇൻഓർഡറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലാണ്.
അപ്പോൾ അതിൽ ലെഫ്റ്റ് റൈറ്റ് റൂട്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ലെഫ്റ്റും കംപ്ലീറ്റ് ചെയ്ത് ദെൻ റൈറ്റും കംപ്ലീറ്റ് ചെയ്ത് അതിന് ശേഷമായിരിക്കും നമ്മൾ റൂട്ട് നോഡിനെ വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഈ പോസ്റ്റ് ഓർഡറിലെന്ന് പറയുമ്പോൾ ഒരു നോഡിലേക്ക് നിങ്ങൾ മൂന്നാമത്തെ തവണ എത്തിച്ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ നോഡിനെ വിസിറ്റ് ചെയ്യുക. അപ്പോൾ പ്രീ ആവുമ്പം ഒരു നോഡിൽ നിങ്ങൾ ഫസ്റ്റ് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ വിസിറ്റ് ചെയ്യാം. ദെൻ ഇൻ ഓർഡറിലെന്ന് പറയുമ്പോൾ ഒരു നോഡിനെ നമ്മൾ സെക്കൻഡ് ടൈം എപ്പോഴാണോ എത്തിച്ചേരുന്നത് അപ്പോൾ നമുക്കതിനെ വിസിറ്റ് ചെയ്യാം. ദെൻ പോസ്റ്റ് ഓർഡറിൽ ഒരു നോഡിലേക്ക് നിങ്ങൾ മൂന്നാമത്തെ തവണ എത്തിച്ചേരുമ്പോൾ അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ നോഡിനെ വിസിറ്റ് ചെയ്യുക. സോ അതിൻ്റെ അൽഗോരിതം എന്ന് പറയുമ്പോൾ ട്രാവേഴ്സ് ദ ലെഫ്റ്റ് സബ്ട്രീ ബൈ റിക്കർസീവ്ലി കോളിംഗ് പോസ്റ്റ് ഓർഡർ ഫംഗ്ഷൻ, ദെൻ ലെഫ്റ്റ് സബ് ട്രീ കംപ്ലീറ്റ് ചെയ്യുക, റൈറ്റ് സബ് ട്രീ കംപ്ലീറ്റ് ചെയ്യുക, അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, റൂട്ട് നോഡിനെ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഇതിൻ്റെ ലെഫ്റ്റും ലീഫ് നോഡിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒക്കെ വരച്ചു. ദെൻ ഇനി ഞാൻ ട്രാവേഴ്സൽ നോക്കുകയാണ്, പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ. പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ഓക്കെ. സോ ഞാൻ ആദ്യം ഒരു നോഡിലേക്ക് എത്തി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യില്ല, അതിനെ വിസിറ്റ് ചെയ്യത്തില്ല. അതിൻ്റെ ലെഫ്റ്റിലേക്ക് പോയി ഇതിനെ ഫസ്റ്റ് ടൈമാണ് ഇതിലെത്തുന്നത്, വിസിറ്റ് ചെയ്യൂല. ദെൻ എന്ത് ചെയ്യുക, അതിൻ്റെ ലെഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ സെക്കൻഡ് ടൈമാണ് 10ലേക്ക് വരുന്നത്, അപ്പോഴും വിസിറ്റ് ചെയ്യത്തില്ല. 10ൻ്റെ റൈറ്റ് കംപ്ലീറ്റ് ചെയ്യണം. റൈറ്റും കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ സോ അപ്പം ഈ ഒരു നോഡിലേക്ക് ഞാനിപ്പോൾ എത്തിച്ചേർന്നത്, ഈ ആരോസ് നിങ്ങൾ നോക്കുക. ഈ ഒരു നോഡിലേക്കുള്ള ആരോ എന്ന് പറയുന്നത് ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം വന്നു, സെക്കൻഡ് ടൈം വന്നു, തേർഡ് ടൈം വരുന്നു. അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആ നോഡിനെ വിസിറ്റ് ചെയ്യുന്നത്. സോ 10നെ ഞാൻ വിസിറ്റ് ചെയ്തു. ദെൻ അടുത്ത ഞാൻ 20ലേക്ക് ഇപ്പോൾ രണ്ടാമത്തെ ആരോയാണ്. സോ അപ്പോൾ ഞാൻ വിസിറ്റ് ചെയ്യുമോ, ഇല്ല. 20യുടെ റൈറ്റിലേക്ക് പോവുക. 30ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്, അപ്പോഴും വിസിറ്റ് ചെയ്യത്തില്ല. 30യുടെ ലെഫ്റ്റിലേക്ക് പോവുക. 25ലേക്ക് ഫസ്റ്റ് ടൈം വന്നു, 25ൻ്റെ ലെഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ റൈറ്റും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ 25ലേക്ക് തേർഡ് ടൈമാണ് വരുന്നത്. ഇപ്പോൾ ഈ ആരോ വെച്ച് നിങ്ങൾക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടൈം വന്നു, സെക്കൻഡ് ടൈം വന്നു, തേർഡ് ടൈം വന്നു. സോ തേർഡ് ടൈം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം, അതിനെ വിസിറ്റ് ചെയ്യാം. സോ 25ന് ഞാൻ വിസിറ്റ് ചെയ്തു. ദെൻ ഇനി അതിൻ്റെ ലെഫ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 30ലേക്ക് ഇപ്പോൾ രണ്ടാമത്തെ ആരോ ആണ്, രണ്ടാം തവണയാണ് എത്തിയത്, അപ്പോഴും നമ്മൾ വിസിറ്റ് ചെയ്യില്ല. അതിൻ്റെ റൈറ്റിലേക്ക് പോവും. 40 ഫസ്റ്റ് ടൈം വന്നു, അതിൻ്റെ ലെഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തു, റൈറ്റ് കംപ്ലീറ്റ് ചെയ്തു. സോ ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഞാൻ 40ലേക്ക് എത്തുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, എനിക്ക് 40യെ പ്രിൻറ്റ് ചെയ്യാം. 40 കഴിഞ്ഞു. ദെൻ 30ലേക്ക് ഞാൻ എത്തി. ഇപ്പോൾ മൂന്നാമത്തെ ആരോ ആണ് നമ്മൾ 30ലേക്കുള്ളത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, 30യെ പ്രിൻറ്റ് ചെയ്യാം. സോ 30യെ പ്രിൻറ്റ് ചെയ്തു. ദെൻ ഇനി ഇത് കഴിയുമ്പോൾ ഞാൻ അതും റൈറ്റും കംപ്ലീറ്റ് ചെയ്ത് 20ലേക്ക് ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, 20 പ്രിൻറ്റ് ചെയ്യാം. സോ ഇതാണ് എൻ്റെ ഈ ഒരു ട്രീയുടെ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ. 10, 25, 40, 30, 20. സോ മറ്റൊരു എക്സാമ്പിളോടെ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു നോഡിലേക്ക് മൂന്നാമത്തെ തവണ എത്തിച്ചേരുമ്പോഴാണ് നമ്മളതിനെ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലിലേക്ക് ആഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ടൈം വന്നു, ദെൻ ഇതിലേക്കും ഫസ്റ്റ് ടൈം വന്നു, ഇതിലേക്ക് ഫസ്റ്റ്. അപ്പോൾ ഈ എന്ന് പറയുന്ന ലെഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തു, റൈറ്റും കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈനെ വിസിറ്റഡ് ആക്കി മാറ്റുന്നത്. സോ ഈനെ വിസിറ്റഡ് ആക്കി. ദെൻ എക്സിലേക്ക് ഞാൻ രണ്ടാം തവണ വന്നു, അപ്പോഴും വിസിറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ റൈറ്റിലേക്ക് പോയി, എമ്മിൻ്റെ ലെഫ്റ്റും കഴിഞ്ഞു, എമ്മിൻ്റെ ലെഫ്റ്റും കംപ്ലീറ്റ് ചെയ്തു. റൈറ്റും കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, എമ്മിനെ ഞാൻ വിസിറ്റ് ചെയ്യുന്നത്. ദെൻ അടുത്ത എക്സിലേക്ക് ഞാൻ എന്ത് ചെയ്തു, മൂന്നാമത്തെ തവണയാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ 1, 2, 3. അപ്പോൾ മൂന്നാം തവണ വന്നു, അപ്പോൾ എക്സ് വിസിറ്റ് ചെയ്തു. അടുത്തതായിട്ട് ബി, അപ്പോൾ വിസിറ്റ് ചെയ്യില്ല. എസിൻ്റെ ലെഫ്റ്റും റൈറ്റും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും എസ് ആണ് അടുത്തതായിട്ട് വരിക. പിന്നെ ബി, ദെൻ പിന്നെ അടുത്ത ആരായിരിക്കും, ഇതിലേക്ക് വന്നു പിയുടെ ലെഫ്റ്റും റൈറ്റും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പി, ദെൻ എൻ, ടി, ദെൻ എച്ച്, സി, ഡബ്ല്യു, എ. സോ ഇതാണ് എനിക്ക് കിട്ടുന്ന പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ഇതിനിവിടെ കിട്ടിയ ഔട്ട്പുട്ട്. സോ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്ന റൂട്ട് നോട്ടിക്കലിൻ്റെ നള്ളാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, ലെഫ്റ്റ് ചൈൽഡിൻ്റെ വാല്യൂ വെച്ചിട്ട് റൂട്ട് ഡോട്ട് ലെഫ്റ്റ് ചൈൽഡ് വെച്ചിട്ട് വീണ്ടും റിക്കർസീവ്ലി പോസ്റ്റ് ഓർഡറിനെ കോൾ ചെയ്യുക. സോ ലെഫ്റ്റ് ചൈൽഡ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ റൈറ്റ് ചൈൽഡ് കംപ്ലീറ്റ് ചെയ്യുക. അതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, റൂട്ട് ഡോട്ട് ഡേറ്റേനെ പ്രിൻറ്റ് ചെയ്യുക.
അപ്പോൾ ഈ 3 അൽഗോരിതം നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ദെൻ മറ്റൊരു ട്രാവേഴ്സൽ കൂടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ലെവൽ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറയുമ്പോൾ ഓരോ ലെവൽ ബൈ ലെവലിലായിരിക്കും നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് പോകുന്നത്. സോ ഇനിഷ്യലി ലെവൽ 0-ലുള്ളതിനെ എല്ലാത്തിനെയും ട്രാവേഴ്സ് ചെയ്യും. സോ ലെവൽ 0-ലെന്ന് പറയുമ്പോൾ നമുക്ക് റൂട്ട് നോഡ് മാത്രമേ വരുള്ളൂ. സോ ലെവൽ 0 ആദ്യം ഫിനിഷ് ചെയ്യുക, ദെൻ അടുത്ത ലെവലിലേക്ക് പോവുക, ലെവൽ 1, ലെവൽ 2 അങ്ങനെ പോവുക. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഇത് ഞാൻ വിസിറ്റ് ചെയ്യുന്നത്. ആദ്യം ലെവൽ 0-ലുള്ള എ വിസിറ്റ് ചെയ്തു. ദെൻ അടുത്ത ലെവൽ 1-ലേക്ക് വരുമ്പോൾ ആദ്യം ഞാൻ ബി ആണ് വിസിറ്റ് ചെയ്യുന്നത്, ബി, ദെൻ ഡബ്ല്യു, ബി ആൻഡ് ഡബ്ല്യു. ദെൻ അടുത്ത ലെവലിലേക്ക് പോയി അവിടെ എക്സ്, എസ്, ടി, സി. സോ എക്സ്, എസ്, ടി, സി. അങ്ങനെ ലെവൽ ഓർഡർ ട്രാവേഴ്സൽ അവിടെ ആ ലെവൽ കഴിഞ്ഞു. അടുത്ത ലെവലിലേക്ക് പോവുക. ദെൻ ഇ, എം, പി, എൻ, എച്ച്. സോ ഇതാണ് എനിക്ക് ലെവൽ ഓർഡർ ട്രാവേഴ്സൽ ചെയ്യുമ്പോൾ കിട്ടിയ ഔട്ട്പുട്ട്. അപ്പോൾ ഇതൊരു എക്സാമ്പിളോട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രീനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ട്രീയുടെ പ്രീ ഓർഡർ ട്രാവേഴ്സൽ, ദെൻ പോസ്റ്റ് ഓർഡർ, ഇൻ ഓർഡർ. അപ്പോൾ പ്രീ ഓർഡർ നമ്മൾ നോക്കാം. ഒരു നോഡിലേക്ക് ഫസ്റ്റ് ടൈം എത്തുമ്പോഴാണ് നമ്മൾ അതിനെ പ്രീ ഓർഡറിലേക്ക് ആഡ് ചെയ്യുന്നത്. സോ ഞാൻ ആദ്യം തന്നെ എയിലേക്ക് വന്നു, എനെ എന്ത് ചെയ്തു, എനെ വിസിറ്റ് ചെയ്തു. അടുത്ത ഞാൻ ബിയിലേക്ക് പോയി, ബീനെ വിസിറ്റ് ചെയ്തു. ദെൻ ബിയുടെ ലെഫ്റ്റിലേക്ക് വന്നു, ഡീൻ്റെ ലെഫ്റ്റ് ഇല്ല, ദെൻ ലെഫ്റ്റും ഇല്ല, റൈറ്റും ഇല്ല. സോ ഞാൻ ഡീനെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ബിയിലേക്ക് തിരിച്ചു വരുന്നു. ദെൻ അതിൻ്റെ റൈറ്റിലേക്ക് പോകുന്നു, റൈറ്റ് ഇല്ല. സോ അടുത്തത് എയിലേക്ക് തിരിച്ചു വരുന്നു. ദെൻ ആദ്യം നിങ്ങൾ ഈ ഒരു പാത്ത് ഇതുപോലെ അങ്ങ് വരയ്ക്കുക. വരച്ചതിന് ശേഷം, അതായത് ഒരു നോഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റിലേക്ക് പോയി, അതിൻ്റെ ലെഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തു, ദെൻ റൈറ്റിലേക്ക് പോയി. അപ്പോൾ ഇത് ആരോ വരച്ച് ഇങ്ങനെ വരച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വരയ്ക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ട്രാവേഴ്സൽ അതുപോലെ തന്നെ എഴുതാം. സോ ഒരു നോഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തു, അതിൻ്റെ റൈറ്റ് കംപ്ലീറ്റ് ചെയ്തു. സോ എങ്ങനെ, അപ്പോൾ സിയിൽ നിന്ന് എഫിലേക്ക്, എഫ് നിന്ന് എച്ചിലേക്ക്, എച്ചിൻ്റെ ലെഫ്റ്റ്, എച്ചിൻ്റെ റൈറ്റ്. സോ ഫിനിഷ് ചെയ്തു, എഫിലേക്ക് തിരിച്ചു വന്നു. ദെൻ എഫിൽ നിന്നും ഐയിലേക്ക് പോയി, ഐയുടെ ലെഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തു, ഐയുടെ റൈറ്റും കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഇതിലേക്ക് തിരിച്ചു വന്നു, എഫിലേക്ക് തിരിച്ചു വന്നു. ദെൻ എഫിൽ നിന്നും സിയിലേക്ക് തിരിച്ചു വന്നു. ദെൻ സിയിൽ നിന്നും എയിലേക്ക് തിരിച്ചു വന്നു. സോ ഇത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ ഈ ഒരു ഓർഡർ എഴുതാൻ എളുപ്പമായിരിക്കും ട്രാവേഴ്സൽ. സോ പ്രീ ഓർഡർ ട്രാവേഴ്സൽ നമ്മൾ ഫസ്റ്റ് ടൈം ആരോ വരുന്നത് എപ്പോഴൊക്കെയാണെന്ന് നോക്കുക. അതാണ് നമ്മൾ പ്രീ ഓർഡറിലേക്ക് കൊടുക്കുക. സോ ഫസ്റ്റ് ടൈം ആരോ വരുന്ന എ, ബി, ഡി, ദെൻ സി, ഇ, ജി, എഫ്, എച്ച്, ഐ. സോ ഇതാണ് ഇതിൻ്റെ പ്രീ ഓർഡർ. ദെൻ പോസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പം ഒരു നോഡിൻ്റെ ലേക്ക് രണ്ടാമത് ആരോ വരുന്നത് എപ്പോഴൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം ഇത് കഴിഞ്ഞു, ബി വന്നു, ഡിയിലേക്കാണ് ആദ്യം രണ്ടാമത് ആരോ വരുന്നത്. സോ ഡീനെ ഞാൻ എഴുതി, ഡി. ദെൻ രണ്ടാമത് ആരോ വരുന്നത്, പിന്നെ ബിയിലേക്കാണ് രണ്ടാമത് ആരോ വരുന്നത്, ബി. ദെൻ അടുത്ത എന്താണ്, സോ ഇത് ഇൻ ഓർഡർ ആണേ. അപ്പോൾ ആദ്യം ഡി, ദെൻ ബി, പിന്നെ അടുത്ത എന്താ, എയിലേക്കാണ് രണ്ടാമത് ആരോ വരുന്നത്, ദെൻ സി, ഇ, അടുത്ത ഇയിലേക്കാണ് പിന്നെ വരുന്നത്, ദെൻ ജി, ദെൻ സി, ദെൻ എച്ച്, എഫ്, ഐ. ദെൻ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ മൂന്നാമത് ഒരു നോഡിലേക്ക് ആരോ വരുന്നത് എപ്പോഴാണെന്ന് നോക്കുക. മൂന്നാമത്തെ ആരോ വരുന്നത് ആദ്യം ഏത് നോഡിലേക്കാണ്, ഡിയിലേക്കാണ്. സോ ഡി, ദെൻ ബി, പിന്നെ അടുത്ത ഏതാണ്, ജി, ദെൻ ഇ, ദെൻ എച്ച്, ഐ, എഫ്, സി, എ. സോ ഇതാണ് പോസ്റ്റ് ഓർഡർ, പ്രീ ഓർഡർ, ഇൻ ഓർഡർ ട്രാവേഴ്സൽ. സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.